ഹായ്, ഞാൻ നിധിൻ. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രൈവിംഗ് ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല, എന്നാൽ പോലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡ്രൈവിങ്ങിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ബ്രൈറ്റ് ലൈറ്റ് വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന രാത്രി സമയങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ ഈ ബ്രൈറ്റ് ലൈറ്റ് അടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഭയങ്കരമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. ആക്ച്വലി അതിന് കമ്പനിക്ക് തന്നെ നമ്മളൊരു കാറ് പുറത്തേക്ക് ഇറക്കും, ഒരു കാർ അല്ലെങ്കിൽ ബൈക്ക് എന്തും ആയിക്കോട്ടെ, വണ്ടികൾ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഡിമ്മർ നമുക്ക് നിർബന്ധമായിട്ടും വണ്ടിയിൽ വേണം എന്ന് ഗവൺമെൻറ്റിന് ഒരു റൂൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാകുന്ന ഒരു ഗവൺമെൻറ് റൂൾ ബേസ് ചെയ്ത് ഇറങ്ങിയതാണ്. 2 വീലറിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, ബ്രൈറ്റും ഡിമ്മും മാത്രമേ ഉള്ളൂ. 24 മണിക്കൂറും വണ്ടി ഓണാണെങ്കിൽ അതിൻ്റെ ലൈറ്റ് എപ്പോഴും ഓണായിരിക്കും എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റു വാഹനങ്ങളിൽ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്, ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ് മാറ്റി ഡിമ്മാവുന്നു. അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുകയാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള വഴികൾ. അതായത് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യുന്ന രീതി. നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും, 2 സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യും. ഇതിൻ്റെ പിന്നെയുള്ള നടുക്കൂടെയുള്ള സ്ഥലങ്ങളിൽ കൂടെയാണ് മറ്റു വണ്ടിക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനായിട്ട്. അത് മാറണം. അതിന് പകരം ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി ഇടാൻ അവസരം കൊടുക്കുക, മറ്റു സൈഡ് ഓപ്പണായി കിടക്കുക. മിക്കവാറും സ്ഥലങ്ങളിലും ഈ ഓട്ടോ സ്റ്റാൻഡുകൾ കിടക്കുന്നിടത്തേക്ക് ആയിരിക്കും, ഓട്ടോ സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ് ഇങ്ങനെ കിടക്കുന്നിടത്തായിരിക്കും കൂടുതലായിട്ടും ഈ പാർക്കിംഗ് 2 സൈഡിലും വരുന്നത്. അതുപോലെ തന്നെയുള്ള അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ആക്സിഡന്റ് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കൂടുതലും കണ്ടുവരുന്നത് ബസ്സുകാരുടെ ഇടയിലാണ്. അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, സ്റ്റോപ്പിൽ നിർത്തി വണ്ടി എടുക്കുവാണെങ്കിൽ പ്രശ്നം വരുന്നില്ല. കാരണം ബസ് സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പുറകെ വരുന്ന വണ്ടിയുടെയും അല്ലെങ്കിൽ ഫ്രണ്ട് വരുന്ന വണ്ടിയുടെയും ആൾക്കാർക്ക് മനസ്സിലാവും വരാൻ പോകുന്നത് ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തും. സോ നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ട് വേണം നിൽക്കാമെന്ന്. മിക്കവാറും പ്രൈവറ്റ് ബസ്സുകൾ ചെയ്യുന്ന വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, ആളെവിടെ കൈ നീട്ടുന്നോ അവിടെ നിർത്തി വണ്ടി എടുക്കുക എന്നുള്ളതാണ്. പുറകെ വരുന്നവന് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ബസ് ഇവിടെ നിർത്തും. മിക്കവാറും തന്നെ ചിന്തിക്കുന്നത് ബസ്സിൻ്റെ സ്റ്റോപ്പിൽ നിർത്തും എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഒന്നുമല്ലാത്ത കാരണത്തിൽ ഒരാൾ കൈ നീട്ടി സ്പോട്ടിൽ നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബസ് സൈഡിലേക്ക് മാറ്റി നിർത്തുന്ന പരിപാടി പണ്ട് തൊട്ടേ ബസ്സുകാർക്കില്ല. അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, എവിടെയാണോ കൈ നീട്ടുന്നത് അവിടെ നിർത്തുന്നത്. നടുക്കാണെങ്കിൽ നടുക്ക്, സൈഡിലാണ് സൈഡിൽ. പുറകെ വരുന്ന വണ്ടിക്കാരന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഉണ്ടാകുന്ന ഒരു ആക്സിഡൻ്റ് വരിക്കാന് ഓവർടേക്കിംഗ്, അതായത് റാഷായിട്ടുള്ള ഓവർടേക്കിംഗ്. ഒരു ബസ് പോകുന്നു, അതിന് ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന കാറ്, ആ കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന ബൈക്ക്. ഇതിൻ്റെ വേറൊരു രസം എന്ന് പറഞ്ഞാൽ, ഭയങ്കര കോമഡി ആയിട്ടുള്ള രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന ഈ മൂന്നാമതല്ലേ ബൈക്കല്ലേ കാർ, എന്തായാലും ഒരു സൈഡിൽ കൂടെ 3 വണ്ടി ഒരുമിച്ച് പോകുന്നു. അതിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനെ ബ്രൈറ്റ് മിന്നിച്ച് കാണിക്കും. ഈ ബ്രൈറ്റ് മിന്നിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ വഴിയുടെ വീതി കൂടും. അതെനിക്കറിയാൻ പാടില്ല കേട്ടോ. പിന്നെ എന്തിനാണ് ഇത് മിന്നിച്ച് കാണിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. നേരെ മിന്നിച്ച് കാണിക്കുന്നു. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ കാണിച്ച പരിപാടിയുണ്ട്. ഇങ്ങനെ മിന്നിച്ച് കാണിച്ചു, അവനവിടെ വൈപ്പർ ഇട്ട് കാണിച്ചു, പറ്റത്തില്ലെന്നുള്ള രീതിയിൽ. അതൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ. അന്നേരം അത് കോമഡി ആയിട്ട് തോന്നി. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ഓവർടേക്ക് കയറി വരുന്ന ആൾ, സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്, ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും ഓവർടേക്ക് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരൻ ബ്രൈറ്റ് മിന്നിച്ച് കാണിക്കും, ഞാൻ വരുന്നുണ്ട് കയറരുത് എന്നുള്ള രീതിയിലുള്ള ഒരു സിമ്പൽ കൊടുക്കുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് കയറി വരുന്നവൻ, അതായത് 2 വണ്ടിയെയും കൂടെ ചേർന്ന് 3ാമത് കയറി വരുന്നവൻ അങ്ങോട്ട് മിന്നിച്ച് കാണിക്കുകയാണ്. ഏതാണ്ട് ചൂടെ മാട്ടലോട്ട് കയറിക്കോ മോനെ, ഞാൻ വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന കൊടുക്കുന്ന രീതിയിൽ. പിന്നെയുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബൈക്കിൻ്റെ ഓവർലോഡിങ് ആണ്. ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ 3 പേരും 4 പേരും ഒക്കെയാണ് ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. അത് പോലീസിൻ്റെ മുന്നിൽ കൂടെ പോയാലും അവർക്കത് പ്രശ്നമേ അല്ല. അതൊക്കെ ഒന്നും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമേ അല്ല. അവർക്ക് ഹെൽമെറ്റ് ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല. അവർ 3-4 പേരും വെച്ച് ബൈക്കുമായിട്ട് പോലീസിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാലും ഒരു പ്രശ്നവും ഇല്ല. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൗൺ ഏരിയയിൽ
ഓട്ടോറിക്ഷക്കാരെ കുറിച്ചാണ് കൂടുതൽ ഇത് കാണുന്നത്. നിന്ന നിപ്പിൽ തിരിക്കുക എന്ന് പറയും. നിന്ന നിപ്പിൽ അവരെങ്ങോട്ടാ പോകണമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല എന്ന് പറയും. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ചെന്നൈയാണ് കേട്ടോ. ചെന്നൈയിൽ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ ഓട്ടോക്കാർ മാത്രമുള്ളെങ്കിൽ അവിടെ എല്ലാ വണ്ടിയും അങ്ങനെയാണ്. ഇങ്ങനെയുള്ള കുറേ അതൊക്കെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത്തരം കാര്യങ്ങൾ ഒത്തിരി അപകടം ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോഡിലെ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഓവർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് റോഡ് കഴിഞ്ഞിട്ട് നല്ല ഒന്നാന്തരം ഒരു വളവുണ്ട്. ആ വളവെങ്കിൽ എല്ലാ ദിവസവും ഒരു ആക്സിഡൻറ്റ് വെച്ച് കാണാറുണ്ട്. അത് മനുഷ്യർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ഇന്ന സ്ഥലത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഇത്രയും വീശി എടുക്കുക, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. എൻ്റെ ഒരു പപ്പയുടെ അനിയൻ പറഞ്ഞു തന്നിട്ടുള്ള ഡ്രൈവിംഗ് എന്നെ പഠിപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. അതായത് മോനെ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വളവുണ്ടെങ്കിൽ ആ വളവിൻ്റെ അപ്പുറത്ത് ഒരു വണ്ടി ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ ഒരു ആക്സിഡൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരില്ല. ഞാനത് ഇപ്പോഴും പാലിച്ചുകൊണ്ടാണ് ഞാനത് വണ്ടി ഓടിക്കാറ്. വളരെ നല്ലൊരു ഉപദേശമായിരുന്നു അത്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വളവെങ്കിൽ ഒരു ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് തീരുമാനിച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്യില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ നമുക്ക് നല്ല കൺട്രോൾ ഉണ്ടാവും. ഇതിലൊക്കെ ഉപരി വളരെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം കൊണ്ടുവന്ന നിയമം. അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എച്ച് മാറ്റിയിട്ട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാന്നുള്ളത്. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാർ മൊത്തത്തിൽ അതിനെ പുച്ഛിച്ചു, അവരെതിർക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടില്ല. പെട്ടെന്ന് ആൾക്കാർക്ക് ലൈസൻസ് കിട്ടാത്തത് കൊണ്ട് അവരുടെ കസ്റ്റമേഴ്സ് പോവും. അതുകൊണ്ട് അവരതിനെ എതിർത്തു. എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം അതിനകത്ത് നന്നായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും, നന്നായിട്ട് പാർക്കിംഗ് എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് വണ്ടി റോഡിലൂടെ ഓടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ലോകത്ത് ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഡ്രൈവർമാരും ഓപ്പോസിറ്റ് പോകുന്നവൻ്റെ വീട്ടിലെ അപ്പന് വിളിക്കാറുണ്ട്, നിന്റെ തന്തയാണ് വണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്നുള്ളൊരു ചോദ്യം ചോദിക്കാത്ത ഒരു ഡ്രൈവർമാരും അല്ലെ ഒരു മനുഷ്യനും കാണില്ല. അതാണ് ഇപ്പോഴത്തെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെയുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാനും അത് നല്ല രീതിയിൽ നമുക്ക് കാറിൽ ഉപയോഗിക്കാനും പറ്റും. ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് എനിക്ക് തോന്നുന്നു 10-40 ക്ലാസ്സുകളെങ്ങാണ്ട് പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്നാൽ മാത്രമേ അവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ആ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാലോ ഭയങ്കര കാഠിന്യമാണ്. ഇനി ഇതൊക്കെ ആ നല്ല കാഠിന്യത്തോടെ അത് പാസ്സായി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നമ്മൾ മറക്കില്ല. ഇടത്തോട്ട് തിരണ ഇൻഡിക്കേറ്ററൊക്കെ തന്നെ വന്നോളും. പിന്നെ ഇതിനൊക്കെ പുറമെ ആ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ചെലവ് അത് ഭീകരമാണ് അങ്ങനെ രാജ്യങ്ങൾ. ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഭീകരമായ ഒരു തുക ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ അതിന് മാക്സിമം കെയർ ചെയ്യുള്ളൂ. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ലൈസൻസ് ഒരിക്കൽ അത് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് വീണ്ടും ടെസ്റ്റിന് ഇതിൻ്റെ ക്യാൻസൽ ചെയ്യുവാണ്, നിനക്ക് വേണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വീണ്ടും എടുക്കാം എന്നൊരു ഓപ്ഷൻ വെച്ച് വരുമ്പോൾ അതിൻ്റെ ഭീമമായ ചെലവും അതിൻ്റെ സമയനഷ്ടവും എല്ലാം കണക്കാക്കി നമ്മൾ റിപ്പീറ്റ് എടുക്കാനായിട്ട് ഒരിക്കലും മുതിരത്തില്ല. അതാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളും അതിൻ്റേതായിട്ടുള്ള ഇത്തരം കാര്യങ്ങളും ഇവിടുത്തെ ഡ്രൈവിങ്ങിൽ ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യാസം. അത് മനസ്സിലാക്കാനായിട്ടല്ല, മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ കാര്യം നടക്കില്ല എന്ന രീതിയിലാണ് മറ്റുള്ള ആൾക്കാരെടുക്കുക. എന്തായാലും മന്ത്രി ഗണേഷ് കുമാർ കൊണ്ടുവന്ന പുതിയ ടെസ്റ്റിങ് വളരെ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.